കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു ഈസി ആയിട്ട് ഒരു ഗേളിനെയാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു റൗണ്ട് ഷേപ്പും, അതായത് ഒരു സർക്കിൾ ഷേപ്പും അതിൻ്റെ താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് അതേപോലെ വരച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിന് ഇതാ ഇത്രയായിട്ട് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് റെക്റ്റാങ്കിളിലോട്ട്. എന്നിട്ട് ഇതാ ഈ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഫ്രോക്ക് അതിൻ്റെ താഴോട്ട് വരച്ചു. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഹെയർ റെക്റ്റാങ്കിൾ ഭാഗം നിൽക്കുന്നിടത്തുനിന്ന് ഒരു കേവ് പോലെ ആക്കി പിന്നെ താഴോട്ട് ഇതാ ഇങ്ങനെ ആക്കി ഈ രണ്ട് ലൈനുകളും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ വരച്ച ആ റൗണ്ട് ഷേപ്പിൻ്റെ ബാക്കി ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളയാണ്. എന്നിട്ട് നമ്മുടെ ആ ഹെയർ പോർഷനൊന്ന് കറക്റ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാനും ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് വിചാരിച്ചതൊക്കെ വരയ്ക്കാനായിട്ട്. പക്ഷേ ഈ ഒരു ഷേപ്പ് നമ്മൾ ഫോളോ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ വരയ്ക്കാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ 1-2 പ്രാവശ്യം ഇതൊന്ന് കണ്ടാൽ മതി. ഞാനിതൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സക്സസ് ആയിട്ട് തോന്നി കേട്ടോ. എന്നിട്ട് കൈ ബാക്കി ഭാഗം മടങ്ങിയെടുക്കുന്ന പോലെ അവിടെ ഇങ്ങനെ ഒരു കർവ് കൊടുത്തു. അതിന് ശേഷം ഇതേപോലൊരു ഡിസൈൻ കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഡിസൈൻസ് ഇങ്ങനെ കർവ് ആക്കി കൊടുക്കുക കേട്ടോ. ഒരു അമ്പർലയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ലെയർ കൊടുത്ത് അതൊന്ന് ഷാർപ്പൺ ചെയ്തു. എന്നിട്ട് ഓരോ ഇങ്ങനെ കുനിപ്പുകളിലും ഇതേപോലെ ജോയിൻ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിക്കും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ആ ലൈൻസൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള പെൻസിൽ വെച്ചിട്ട് ചെയ്തു. ഉള്ളിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട് ഒരു ഷെയ്ഡിങ് പോലെ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ചെയ്യാം. ഹെയർ ചെയ്യാനായിട്ട് ചെറിയ പെൻസിലിൻ്റെ നിപ്പ് എടുത്തിട്ട് ഇതേപോലെ ലൈൻസ് താഴോട്ടും മുകളിലോട്ടും വരച്ച് അങ്ങനെയാണ് നമ്മൾ ഹെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒരു സ്മഡ്ജ് ചെയ്യാനായിട്ട് ഒരു ബഡ്സ് എടുത്തിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ബോർഡർ ലൈൻസ് എല്ലാം നമ്മൾ ഒരു ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെ താഴെ നമ്മൾ ചെയ്തു. എല്ലായിടത്തും നമ്മൾ സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രോക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്, ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ ഒരു ലൈനും കൂടെ നമ്മൾ സെയിം പോലെ തന്നെ വരച്ച് ഒന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോർഡർ പോലെ തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു കാല് പോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കാല് നിൽക്കുന്ന പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ റോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അതിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു രൂപമായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ഭാഗം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് കേട്ടോ. എത്രത്തോളം ഭംഗിയായെന്നൊന്നും അറിയില്ല. ഫസ്റ്റായിട്ട് പെൻസിൽ ഷെയ്ഡിങ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണത്. പക്ഷേ ഈ ഒരു സ്ക്വയറും റെക്റ്റാങ്കിളും യൂസ് ചെയ്തപ്പോൾ ആ ബോഡിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്ന മനസ്സിലാവുണ്ടാവും, ഏകദേശം ഒരു ഗേളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഡാർക്കും ലൈറ്റും ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒരു എഫക്റ്റ് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ ജസ്റ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെടികളും ഒക്കെ പോലെ ചെറിയ ചെറിയ പുല്ല് പോലെയൊക്കെ ഞാൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതേപോലെയൊക്കെ അവിടെ എവിടെയൊക്കെ ഒന്നായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഡാർക്കും ലൈറ്റും കളേഴ്സൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ഇതുപോലെ ആക്കി കൊടുത്തതാണ്. എത്രത്തോളം ഭംഗിയായെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായി. ഫസ്റ്റ് ട്രയലായത് കണ്ട് ഇതിലൊന്ന് ഇടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കല്ലൊക്കെ കിടക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് സൈഡ് ഡാർക്ക് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തപ്പോൾ ഒരു സ്റ്റോൺ എഫക്റ്റൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു എഫക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഡ്രോയിങ്സ്. അപ്പോൾ ഇതേപോലെ ഷേപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതൊരു ഷേപ്പും നമുക്ക് ഈസി ആയിട്ട് ഡ്രോ ചെയ്തെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്ന് റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ സ്ലീവ് കൊടുത്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഷേപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, കമൻറ്റ് പറയാം കേട്ടോ എൻ്റെ ഡ്രോയിങ്സ് എങ്ങനെയുണ്ടെന്ന്.